ഹലോ, എല്ലാവർക്കും സ്കൂളുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ നമ്മുടെ അക്കാദമിക് ഇയർ ഒക്കെ സ്റ്റാർട്ട് ആയില്ലേ. ഇപ്പൊ എല്ലാവരും ഇനി എക്സാംസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് സ്റ്റാർട്ട് ആവാനായിട്ട് തുടങ്ങി. ഓരോ ചാപ്റ്റേഴ്സ് നമുക്ക് അറിയാം എടുത്തു തുടങ്ങി. അപ്പോൾ ഇതിലെല്ലാം തന്നെ നമുക്ക് സോഷ്യൽ സയൻസിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്റ്റുഡൻസിന് ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് കേൾക്കാം. അതേസമയം തന്നെ സോഷ്യൽ സയൻസ് ഭയങ്കരമായിട്ട് കവർ ചെയ്ത് പോവാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് ഇയേഴ്സ് ഒരുപാട് പഠിക്കാനായിട്ടുണ്ട്, ഒരുപാട് ആളുകളുടെ പേരുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് ഈ എക്സാമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ലോങ് ആൻസറും എഴുതാനൊക്കെ നമുക്ക് ഇതൊന്നും കറക്റ്റ് ആയിട്ട് നമുക്ക് ഓർമ്മയിൽ നിൽക്കാറില്ല പലപ്പോഴും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എക്സാമിലൊക്കെ മാർക്ക് കുറയാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതിനൊക്കെ തന്നെ നമുക്ക് ഏക കൂടിയുള്ള ഒരു സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് നോട്ട്സ് ഉണ്ടാക്കി പോകണം. അപ്പോൾ ഈ നോട്ട്സ് നമുക്ക് നല്ല രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എക്സാമിന്റെ ടൈമിലൊക്കെ നമുക്കൊരു റിവിഷൻ ആയിട്ട് ഈ നോട്ട്സ് നമുക്ക് ഉപകാരപ്പെടും. അപ്പൊ എങ്ങനെയാണ് സോഷ്യൽ സയൻസിന് ഈസി ആയിട്ട് ഒരു നോട്ട് ഉണ്ടാക്കേണ്ടത്, അത് എങ്ങനെ നമ്മളതിനെ ഹെൽപ്പ് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഡ്രീം ബിഗ്, സ്റ്റാർട്ട് സ്മോൾ, ആക്ട് നൗ. നമ്മുടെ ലക്ഷ്യങ്ങൾ എല്ലായ്പ്പോഴും ഭയങ്കരമായിട്ട് വലുതായിരിക്കും. നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് എത്തിപ്പെടാനായിട്ടും പറ്റില്ല. ഒരൊറ്റ സ്റ്റെപ്പിലൂടെ നമുക്ക് ഒരിക്കലും ആ ഒരു എയിമിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കില്ല. സോ നമുക്ക് ഓരോ ദിവസവും ചെറിയ ചെറിയ സ്റ്റെപ്പിലൂടെ മാത്രമേ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് തന്നെ എന്ത് ചെയ്യണം, പ്രവർത്തിച്ച് തുടങ്ങേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു എക്സാം വരുമ്പോൾ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്ത് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരുമിച്ച് ഒറ്റയടിക്ക് അത് പഠിച്ച് തീർക്കാം എക്സാമിന്റെ ദിവസം നോക്കിയാൽ നമുക്കത് പറ്റില്ല. പകരം ഓരോ ചാപ്റ്റേഴ്സ് എടുത്ത് തീരുമ്പോൾ തന്നെ നോട്ട്സ് ഉണ്ടാക്കി അത് കൃത്യമായിട്ട് പഠിച്ച് അങ്ങനെ ആയിരിക്കണം നമ്മൾ എപ്പോഴും ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറെടുക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. സോഷ്യൽ സയൻസിൽ നോട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദി സെയിം ടൈം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കമ്പൽസറി ആണ്. ടെക്സ്റ്റ് ബുക്ക് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒരു നോട്ട്സ് ഉണ്ടാക്കുന്നതിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പാടുള്ളൂ. കാരണം ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു കഥ പോലെയൊക്കെ നമുക്കത് ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഹെൽപ്സ് ഇൻ ക്വിക്ക് റിവിഷൻ ബിഫോർ ദി എക്സാംസ്. നമുക്ക് ഈ നോട്ട്സിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള എയിം എന്താ? നമ്മൾ ഈ നോട്ട്സ് ഉണ്ടാക്കുന്നു, ഈ നോട്ട്സ് നമുക്ക് ഒരു ക്വിക്കായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു റിവിഷൻ, ഒരു എക്സാമിന് മുന്നേ നമുക്ക് ഒരു റിവിഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മളതിനെ ഈ നോട്ട്സ് എന്ത് തന്നെയായാലും നമ്മളതിനെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് ഈ നോട്ട്സ് ഹെൽപ്പാണ്. അതേപോലെ തന്നെ നമുക്ക് ഓർഗനൈസ് ആയിരിക്കും അല്ലേ. നമ്മുടെ നോട്ട്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഓരോ ചാപ്റ്റേഴ്സിന്റെ നോട്ട്സ് ഉണ്ടാക്കുന്നു, അതിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഓരോ സംഭവങ്ങളും നമ്മൾ എഴുതി പോകുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ മെമ്മറീനെ അത് ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നമുക്ക് ഓരോ ചാപ്റ്ററിലും ഉണ്ടാക്കാനും നമുക്ക് ഈ നോട്ട്സ് ഭയങ്കര അധികം ഹെൽപ്ഫുൾ ആണ്. ഇതിന് നമുക്കൊരു നോട്ട്സ് ഉണ്ടാക്കുന്നതിന് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ത് തന്നെയായാലും വേണം. ആ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നല്ല രീതിയിൽ വായിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു നോട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ആ നോട്ട് റിവിഷന് ഹെൽപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒരു നോട്ട് ബുക്ക്, നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ടുണ്ട്. ഇപ്പോൾ ജോഗ്രഫി, ഹിസ്റ്ററി, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്, നമുക്ക് ഈ 3 സബ്ജക്റ്റുകൾ നമുക്ക് സോഷ്യൽ സയൻസിന്റെ ഓരോരോ ടെക്സ്റ്റ് ബുക്കുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഇതെല്ലാം തന്നെ ഇൻക്ലൂഡ് ആക്കാൻ പറ്റും. നമുക്കൊരു നോട്ട്ബുക്ക് എന്തായാലും വേണം. നമുക്ക് കളർ പെൻസോ അല്ലെങ്കിൽ നമുക്ക് ഹൈലൈറ്റേഴ്സോ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഇപ്പൊ നമ്മൾ ഒരു ഇയർ മാർക്ക് ചെയ്യാണ്, അപ്പൊ ആ ഇയർ നമ്മൾ ഒരു ഹൈലൈറ്റർ വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടു. അപ്പൊ നമുക്ക് ആ നോട്ട് ഫസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഓക്കെ ആ ഇയർ നമുക്ക് ആ ഒരു ഹൈലൈറ്റർ വെച്ചിട്ട് നമ്മളൊന്ന് കളർഫുൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് നമ്മുടെ മെമ്മറിയിലോട്ട് കയറാനായിട്ട് നമുക്ക് പെട്ടെന്ന് അത് ഓർമ്മ കിട്ടും. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ ഹൈലൈറ്റേഴ്സോ കളർ പെൻസോ കളർ ഈ പാനുകൾ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. എങ്ങനെ ആയിരിക്കണം ഒരു നോട്ട്സ് നമ്മൾ ഉണ്ടാക്കേണ്ടത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. നമ്മൾ ആദ്യം നമ്മുടെ NCERT ബുക്ക് നമ്മൾ വായിക്കുക.
നമുക്കറിയാം നമ്മൾ ക്ലാസ്സിലൊക്കെ ഈ ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തു പോകുമ്പോഴും നമുക്ക് ആ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കമ്പൽസറി ആണ്. അത് എന്ത് തന്നെ ആയാലും എന്ത് ചെയ്യണം, നല്ല രീതിയിൽ അത് ആദ്യം വായിക്കണം. വായിച്ചതിന് ശേഷം നമുക്ക് ഇതെങ്ങനെ നമുക്ക് അതൊരു നോട്ടാക്കി മാറ്റാം. ഓരോ ചാപ്റ്ററും, ഇപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾ ആദ്യം ഒരു ഹെഡിങ് കൊടുക്കുന്നു, അതിൽ ഒരുപാട് കീവേഡ്സ് ഉണ്ടാവും. ആ കീവേഡ്സ് എഴുതുന്നു, ആവശ്യമായിട്ടുള്ള കീവേഡ്സിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുക്കുന്നു, ഓരോന്നിന്റെയും ഹെഡിങ്സ് സബ് ഹെഡിങ്സ് എഴുതുന്നു, ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കുന്നു. നമ്മൾ ഒരിക്കലും ടെക്സ്റ്റ് അതേ രീതിയിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കരുത്. നമ്മൾ ഉണ്ടാക്കുന്ന നോട്ടില് നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് വായിച്ചാൽ പോരെ. അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത്. പകരം ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ, ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ കൊടുത്ത് സബ് ഹെഡ്ലൈന് കൊടുത്തിട്ട് സബ് ഹെഡിങ്സ് കൊടുക്കുന്നു. അതിനുശേഷം അതിൽ എന്തെങ്കിലും കീവേഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അടയാളപ്പെടുത്തുന്നു. കീവേഡുകൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ചെറിയ രീതിയിൽ നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. ചില കീവേഡ്സ് ഒന്നും നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് ഒന്നും നമുക്ക് അറിയില്ല. അതിനുശേഷം അതിൽ എന്താണോ പറയുന്നത്, പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം നമ്മൾ എഴുതുന്നു. ഷോർട്ട് നോട്ട്സ് എപ്പോഴും ഉണ്ടാക്കാനായിട്ട് നോക്കുക. ഒരുപാട് വലിയ നോട്ട്സ് എല്ലാം കൂടി വാരി വലിച്ചിട്ടുള്ള ഒരു നോട്ട്സ് ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കരുത്. പകരം ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. അതായിരിക്കും നമുക്ക് എക്സാമിന് മുന്നേ ഒക്കെ എപ്പോഴും റിവിഷൻ ചെയ്യാനെല്ലാം തന്നെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം എപ്പോഴും ഇത്തരത്തിലുള്ള ഷോർട്ട് നോട്ട്സ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓരോ കീ പോയിന്റ്സ്, ഇതെല്ലാം ആയിരിക്കും നമ്മളെ സഹായിക്കാം. നമുക്ക് ഒരു നോട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം, ഹിസ്റ്ററി ആയാലും ഇതെല്ലാം തന്നെ നമുക്ക് വെറുതെ മാത്സിലൊക്കെ നമുക്ക് ഇക്വേഷൻസും കാര്യങ്ങളും എഴുതി പോകുന്ന പോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മൾ എന്താണ് അവിടെ സംഭവിച്ചത്, എപ്പോൾ സംഭവിച്ചു, ആ ഒരു ഇത് എങ്ങനെ സംഭവിച്ചു, അത് സംഭവിക്കാനായിട്ടുള്ള കാരണങ്ങൾ എന്താണ്. ഇപ്പോ ക്ലാസ് 8 ഹിസ്റ്ററിയുടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വാട്ട് ഈസ് ദ റിവോൾട്ട് ഓഫ് 1857? അത് എന്താണ് ആ സംഭവം, അത് എങ്ങനെയാണ് അത് നടന്നത്, അത് നടക്കാനുണ്ടായ കാരണങ്ങൾ എന്തെല്ലാമാണ്. ഇങ്ങനെ നമ്മൾ ഈ ആൻസറുകളാണ്, ഈ ചോദ്യങ്ങളുടെ കൃത്യമായിട്ടുള്ള ആൻസറുകൾ നമ്മൾ എഴുതി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതുക, അല്ലെ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നോട്ട്സ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇത്രയും വലിയൊരു ടെക്സ്റ്റ് നോക്കുന്നതിനേക്കാളും നമുക്ക് കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നോട്ട്സുകൾ നമ്മളെ സഹായിക്കും. നേരത്തെ പറഞ്ഞു, കളർ പേനകൾ ഉപയോഗിക്കുന്നു, ഡേറ്റ്സ്, പ്രധാനപ്പെട്ടിട്ടുള്ള ആക്ടുകൾ, പ്രധാനപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നു. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോഗ്രഫിക്കും സിവിക്സിനും ഒക്കെ ഒരു ഫ്ലോ ചാർട്ട് മെത്തേഡൊക്കെ നമുക്ക് ഫോളോ ചെയ്യാം. ഫ്ലോ ചാർട്ടൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഈ ഷോർട്ട് നോട്ട്സിനേക്കാളും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഓരോ ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്യാം, ആ ചാപ്റ്ററിന്റെ ഒരു ചെറിയൊരു സമ്മറി, ഒരു ഷോർട്ട് സമ്മറി എഴുതി വെക്കുക. 5 or 6 ലൈനുള്ള ഒരു ഷോർട്ട് സമ്മറി. അതിൽ ഈ ചാപ്റ്ററിലെ ഇന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്, ഈ ഇത്രയും വർഷങ്ങൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് എന്ത് ചെയ്യാം, നമുക്ക് എഴുതാം. നമുക്ക് ഈ ഒരു സമ്മറിയിലൂടെ നമുക്ക് പറയാനായിട്ട്, നമുക്കത് ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് വായിച്ച് കഴിക്കാനായിട്ട് പറ്റണം. അതേസമയം അത് എന്തായിരിക്കണം, ഇമ്പോർട്ടന്റ് ആയിരിക്കും വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു നോട്ട്സ്, ഒരു സോഷ്യൽ സയൻസിന്റെ നോട്ട് കുറച്ചും കൂടി എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ നോട്ട്സ് നമുക്ക് എങ്ങനെ ഉപകാരപ്പെടാം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ, ഈ രീതിയിലൂടെ വേണം നമ്മൾ നോട്ട്സ് ഉണ്ടാക്കാൻ. അല്ലാതെ ഒരിക്കലും ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഒരിക്കലും ഒരു കോപ്പി ചെയ്ത് വെക്കരുത്. നമ്മൾ നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ നോട്ട്സ് എപ്പോഴും മിനിമൽ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ്, ചെറിയ കീവേഡ്സ്, ചെറിയ കീ പോയിന്റ്സ്, ചെറിയ രീതിയിലുള്ള ഫ്ലോ ചാർട്ടുകൾ തുടങ്ങിയ കാര്യങ്ങളിലൂടെ നമ്മൾ നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ നമുക്കത് റിവിഷൻ ചെയ്യുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് ഉപകാരപ്പെടും. ഒരുപാട് വലിയ നോട്ട്സ് ഉണ്ടാക്കിയാൽ നമ്മൾ വിചാരിക്കും, ഓ ഇതിനൊക്കെ ഭേദം ടെക്സ്റ്റ് വായിക്കുകയായിരുന്നു എന്ന് വിചാരിക്കും. ടെക്സ്റ്റ് വായിച്ചതിന് ശേഷം മാത്രമേ നോട്ട് ഉണ്ടാക്കാൻ പാടുള്ളൂ. ടെക്സ്റ്റ് ഒരു വട്ടം വായിക്കുന്നു, രണ്ടാമത്തെ വട്ടം വായിച്ചതിന് ശേഷം മാത്രം ഉണ്ടാക്കുക. ഫസ്റ്റ് വട്ടം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല നമ്മുടെ ടെക്സ്റ്റിൽ എന്താണ് പറയുന്നത് എന്ന്. അപ്പോൾ ഒരു സെക്കൻഡ് റീഡിംഗ് ഒക്കെ കഴിയുമ്പോഴാണ് ഓക്കെ ഇന്നതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ്,
ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് അറിയുള്ളൂ. ആ അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ നോട്ട് ഉണ്ടാക്കുമ്പോഴാണ് അത് നമുക്ക് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ ഒരു ടെക്സ്റ്റ് നോക്കുന്നു, അതിന് നമ്മൾ കോപ്പി ചെയ്യുന്നു, അതൊരിക്കലും ചെയ്യരുത്. അത് നമുക്ക് ഒരിക്കലും യൂസ്ഫുൾ ആയിരിക്കില്ല. ഇങ്ങനെ നമുക്ക് നോട്ട്സ് ഉണ്ടാക്കി നോക്കാം. അത് നമുക്ക് നോക്കാം നമ്മുടെ എക്സാംസിന് നമ്മളെ ഹെൽപ്പ് ചെയ്യൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതുപോലെയുള്ള കൂടുതലായിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സ്കൂളിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോഷ്യൽ സയൻസ്, മാത്സ്, അതേപോലെ തന്നെ സയൻസ് സബ്ജക്റ്റുകളുടെ എല്ലാത്തിൻ്റെ, ഇംഗ്ലീഷ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളുടെയും ക്ലാസ്സുകളെല്ലാം തന്നെ സ്കൂളിയുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾ എടുത്ത് നോക്കുക. സ്കൂളിയുടെ ഇതില് നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം തന്നെ ജോയിൻ ചെയ്യുക. 6 to 10 നമ്മൾ ലൈവ് ക്ലാസ്സസ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്